Hey guys, welcome back to my show. അപ്പോൾ guys ഇൻട്രോ കേട്ടാലും ചെറുക്കരുത്, ഇതാണ് ഇൻട്രോ. അപ്പോൾ ഇന്ന് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ് അടിപൊളിയാണ് ഗൈസ്. സൂപ്പർ മാർക്കറ്റൊക്കെ പൊളി. ഇവിടെ ഹോട്ടലിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക്. ഇതാണ് ഹോട്ടൽ. അതുമാതിരി ഇതാണ് നമ്മുടെ സിറ്റിയുടെ പേരാണ് മാസു. അതിന് ചെറുക്കരുത് കേട്ടോ. വീഡിയോ കാണുമ്പോൾ ഒരു കോമഡി ഉണ്ടാവില്ല, എളുപ്പമാവില്ല. കടയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറിയാണ് കേസ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ഇത് പെട്ടിക്കടയാണ് കേസ്. ഓക്കെ, അപ്പോൾ ഈ റൂമൊക്കെ തുറക്കണമെങ്കിൽ കുറച്ച് ലെവൽ കഴിയണം അത്രേ. ഇപ്പോൾ എന്തൊക്കെ കാണണം എന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് ഒരു റൂം. ഇത് മേടിച്ചത് ഒരു $100. ഇപ്പോൾ $50 150 രൂപ അവർ തന്നു. അപ്പോൾ 100 ഇത് മേടിച്ചു. നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഇടണം ഗൈസ്. ഓക്കെ ഗൈസ്, ഒരു എന്താ പണി നമുക്ക് ചെയ്യാം. കാരണം ഇപ്പം ഞാനൊരു കസ്റ്റമറാണ്. കയറി വരുമ്പോൾ ഇപ്പോൾ പുറത്തു കൂടെ നടന്നു പോകുക വിചാരിക്കും, പെണ്ണുങ്ങൾ നടന്നു പോകുക വിചാരിക്കും. അപ്പോൾ മറ്റേ പുറത്തുനിന്ന് എന്താ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവർ കയറി ചെന്ന് സാധനം മേടിക്കും. അപ്പോൾ നമുക്കിതൊക്കെ തിരിച്ചിടാം. ഓക്കെ, ഇവിടെ ഒന്ന് തിരിച്ചിടാം. തിരിച്ചിടണം സെറ്റായി വരുന്നത്. സെറ്റായിട്ടില്ല ഗൈസ്, ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ ഇരിക്കുക. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. അതെൻ്റെ പൊട്ടത്തിലാണ് ഗൈസ്. എന്താ ചെയ്യുക, ഒരു മണ്ടനായി പോയി. ഗെയിം ഇല്ല. കടയുടെ ഓണർ ഒരു മണ്ടനാണ്. സെറ്റായി. യെസ്, സിമ്പിൾ. ഓക്കെ, ഇപ്പോഴല്ലേ ക്ലിയർ ആയാലും അത് മതി. എടുക്കുക, ഇങ്ങോട്ട് തിരിക്കുക. നമ്മുടെ കൊടുത്ത് ഓക്കെ സെറ്റായിട്ടുണ്ട്. പെട്ടെന്ന് തിരിയേണ്ട മേലുണ്ട്. ഓ, ഇവിടെ ലെഫ്റ്റിൽ തിരിക്കാൻ പറ്റുന്നത് റൈറ്റിന് തിരിക്കാനുണ്ട്. ഞാനൊരു പൊട്ടനായതുകൊണ്ട് അത് കണ്ടില്ല. ഓക്കെ, അപ്പോൾ 2 ഷെൽഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സാധനങ്ങൾ പഠിക്കണോ. കമ്പ്യൂട്ടർ ഏത് സെറ്റപ്പ്, കൂടെ സെറ്റപ്പ്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ഇവിടെ കയറാം. എന്താ ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. മാർക്കറ്റ്, മാനേജ്മെൻറ്റ്, ബാങ്ക് നമ്മൾ പോയി നോക്കി. അപ്പോൾ ലോൺ എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ലോൺ എടുക്കാം. ആദ്യം മാനേജ്മെൻ്റ് ആണ്. പ്രൊഡക്റ്റ് ലൈസൻസ്, പ്രൊഡക്റ്റിൻ്റെ ലൈസൻസാണ് തോന്നുന്നു. ഒരു 26 ഉണ്ടാവും. യെസ്, 26 ഉണ്ട്. അതിന് മാർക്കറ്റാണ് ഗൈസ്. ചിക്കനോ ഗൈസ്, ഇവിടെ വേണില്ലേ ഗൈസ്. അത് കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. ഇവിടെ മൊത്തം 6 പ്രൊഡക്ട്സ് ഉണ്ട്. ഇതൊക്കെ മേടിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം സെറ്റ് കഴിഞ്ഞ് മേടിക്കുക. എന്തൊക്കെ മേടിക്കുക? എല്ലാത്തിനും നല്ല വിലയാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇപ്പോൾ കുറച്ച് നേരം ആലോചിച്ചിരുന്നു. നമുക്ക് ബ്രെഡ് മേടിക്കാം. ഓക്കെ, ബ്രെഡ് മേടിക്കാം. ഒരു $11. 2 $23. $23 2 ബ്രെഡ്. പിന്നെ എന്തോ സീരളോ അതെന്തോ മേടിക്കാം. അയ്യോ, വേണ്ട. ഓക്കെ, ഫ്ലോർ മേടിക്കുക. അതായത് പൊടി, മൈദപ്പൊടി. ഓക്കെ, 30 രൂപയുടെ സാധനങ്ങൾ മേടിക്കുക തൽക്കാലം. അപ്പോൾ ഫൈനലി എത്ര രൂപയാണ്? 32 രൂപയാണ്. ഷിപ്പിങ്ങിനും ചാർജ് ഉണ്ട് ഗൈസ്. അതായത്
ഡെലിവറി ചാർജ്, അതിനും നല്ല ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ 17 രൂപ ഇനി റിമൈൻ ഉള്ളൂ. അപ്പോൾ നമുക്ക് മേടിക്കാം. മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കിട്ടുന്നത് വരെ ഇവിടെ ഇരിക്കണം ഗൈസ്. എപ്പോഴാണ് ഓർഡർ ചെയ്തിട്ട് വരിക? എൻ്റെ മോനെ, ഫാസ്റ്റ് ഡെലിവറിയോ? വാട്ട്? സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊക്കെ പൊളിക്കണം. അപ്പോൾ നമുക്ക് പെട്ടി കിട്ടിയിട്ടുണ്ട്. അത് നമുക്കിവിടെ വെക്കാം. ഇതിൽ വെക്കണം. ഓക്കെ, ഇതിവിടെ വെക്കണം. എന്താ ചെയ്യുക? തുറന്നു. ഓക്കെ, ഇനി വെക്കാം ഗൈസ്. ഓ ഗൈസ്, നമുക്കൊരു കാര്യം അറിയാം ഗൈസ്. എന്താ വെച്ചാൽ ഇതിൽ നല്ല വിലയും ഓരോ പ്രൊഡക്റ്റിന്. കാരണം ഇത് ഒരു പെട്ടിയിൽ തന്നെ എത്ര 1 2 3 4 5 8 പ്രൊഡക്ട്സ് കിട്ടും തോന്നുന്നു. 8 എണ്ണമാണ് ഒന്നിൽ കിട്ടുന്നത്. അപ്പം ഞാൻ വെറുതെ 2 3 4 മേടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞ ഗൈസ്, ഞാനൊരു പൊട്ടനാണെന്ന്. ഇവിടെ എവിടെ കളയത്? ഇവിടെ കളയുക. ഓക്കെ, ഇവിടെയാണ് കളയുക. ബ്രെഡാണ് ഗൈസ്. ബ്രെഡ് കഴിച്ച ആൾക്കാർക്ക് മസിൽ വരും. 8 എണ്ണമാണ്. ബ്രെഡിൻ്റെ ബാക്കി കവർ കണ്ടില്ലേ? ഇതാണ് ഇന്നും ബ്രെഡാണ്. പൈസ കിട്ടുന്നു. കഴിഞ്ഞോട്ടോ ഗൈസ്. പ്രൊഡക്ട്സൊക്കെ ഞാൻ കൊടുക്കുന്നു. ചേച്ചി ഏട്ടനാ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ട്യൂട്ടോറിയൽ. സെറ്റ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, ഇപ്പോൾ പൈസ സെറ്റ് ചെയ്യാം. സോറി ഗൈസ്, അതിന് നമ്മൾ ലേബലിലാക്കുന്നത്. ഏവറേജ് കോസ്റ്റ് 1 രൂപ കിടക്കട്ടെ. ഞാൻ 1 രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ അടിച്ചു കൊണ്ടുപോകും ആൾക്കാർ. ഇതിനൊക്കെ എന്താ 2 രൂപ അവിടെ കിട്ടുന്ന ഗൈസ്? ഇപ്പോൾ 2 രൂപ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ പ്രൈസ് പറഞ്ഞാൽ 2 രൂപയാണ്. മാർക്ക് പ്രൈസ്. ഓ പൊട്ടൻ, ഞാൻ പറഞ്ഞില്ലേ 2 രൂപയല്ല 3 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. നമുക്കൊരു 4 രൂപ ഇതിൽ വയ്ക്കാം. സെറ്റ്. അപ്പോൾ ഇതിൻ്റെ കാര്യമോ? ഇതിൻ്റെ പേര് ഫ്ലോർ. 3 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ഇതും 4 രൂപയ്ക്ക് വയ്ക്കാം. നല്ല പ്രൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വേറെ മാറ്റൊന്നും എന്താ? ഓപ്പൺ ദ സ്റ്റോർ. യെസ്, കട തുറക്കാൻ. ഇവിടെ വെയിറ്റ് ഫോർ ദ ഫസ്റ്റ് കസ്റ്റമർ. ഓക്കെ, ഫസ്റ്റ് കസ്റ്റമർ. ഓ ചേച്ചി എത്ര? ഫസ്റ്റ് കസ്റ്റമർ. ചേച്ചി വല്ല മാറി എടുക്കുക ചേച്ചിയാണ്. ഓക്കെ, നമുക്ക് കൊടുക്കണം. അപ്പോൾ 2 പ്രൊഡക്റ്റിൻ്റെ പൈസ. ഓക്കെ, താങ്ക് യു. 1 രൂപ തിരിച്ചു കൊടുക്കണം ഗൈസ്. സോ ഇതൊക്കെ തിരിച്ചു കൊടുക്കും. ഭയങ്കര പണിയാണ് ഗൈസ്. വരൂ. ഒരു ബ്രെഡ് ആയിട്ട് ഏറ്റവും കാർഡ് തന്നു. കാർഡ് 4 രൂപ. ചേച്ചി വരൂ. ചേച്ചി റിച്ച. 2 8 രൂപ. 8 രൂപയ്ക്ക് സാധനം മേടിച്ചു. ചേച്ചി താങ്ക് യു. ഓക്കെ, അപ്പം നമുക്ക് വിളിച്ച് പറയേണ്ട ആവശ്യം വരും. നമുക്ക് എങ്ങനെ അറിയും? കാണിച്ചു തരാം. 1 എടുത്ത 10, 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 1 എടുത്ത 10. അയ്യോ സോറി, 1 എടുത്ത 4, 1 എടുത്ത 4, 1 എടുത്ത 4. ചേട്ടാ അവിടെ. ഓ ചേട്ടൻ സീന്. ചേട്ടാ ഈ ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ റിച്ചിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ആ മാതിരി തന്നെ. ഓക്കെ, റിച്ചിൻ്റെ ഒരു ഫീൽ ഉണ്ട് ഏട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ചേട്ടൻ റിച്ചാണ്. എൻ്റെ മോനെ എത്ര ആൾക്കാർ നമ്മുടെ കട
അപ്പോൾ സാധനങ്ങൾ മാക്സിമം എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള രൂപ 129 രൂപയാണ്. സൂപ്പറാണെങ്കിൽ ഇനി നാളെ ഇനി പാർട്ടുകൾ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പൈസ മേടിച്ച് കുറേ പൈസ മേടിക്കാനുണ്ടാവും. ഇന്നത്തെ കളക്ഷൻസാണ്. 21 കസ്റ്റമർ വന്നിരുന്നു. ഒരു പ്രൊഡക്റ്റ് കണ്ടില്ല, അതെന്താ ഒരു ബ്രെഡിൻ്റെ വേറെ എന്തോ രീതിയാണ്. പിന്നെ ഒന്നും എക്സ്പെൻസീവായിട്ടും എന്താ കസ്റ്റമേഴ്സിന് തോന്നിയിട്ടില്ല. ഷോർട്ട് ചാർജ് ആയിട്ടും ഒന്നും തോന്നിയിട്ടില്ല. ടോട്ടൽ കസ്റ്റമർ 22 കസ്റ്റമേഴ്സ് വന്ന് പോയാണ്. അതുമാതിരി ഇൻകം എന്താ അതായത് നമ്മുടെ ബാലൻസ് വന്നിട്ട് 129 രൂപയാണ്. പ്രോഫിറ്റായിട്ട് 79 ഉണ്ട്. നന്നായി പ്രോഫിറ്റാണ് വേണ്ടത്, എമൗണ്ട് ഇല്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നാളത്തെ വീഡിയോയിൽ നമ്മൾ ഇനി മറ്റേ ലൈസൻസും ലോണൊക്കെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമായിട്ട് വരും. ഓക്കെ, ബൈ.